ശ്രീ സജി നന്ദിയാട്ട് ടെലിഫോണിൽ. സജി നന്ദിയാട്ട്, ഇവിടെ അതിജീവിതയുടെ പോസ്റ്റാണ്, പരസ്യ പോസ്റ്റാണ്. അവർ ആദ്യഘട്ടം മുതൽ അവരുടെ സുഹൃത്തുക്കളൊക്കെ പങ്കുവെക്കുന്ന വികാരമാണ്. വിചാരണ കോടതിയിൽ വിശ്വാസമില്ല, ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഒപ്പം മഞ്ജു വാര്യർ വീണ്ടും രംഗത്ത് വരുന്നു ഗൂഢാലോചന എന്ന നേരത്തെയുള്ള വാദവുമായി. എന്നൊരു കുഴപ്പം ഇന്നിപ്പോ വിധി വന്നല്ലോ. ഞാൻ ആ ജഡ്ജ്മെന്റ് വായിച്ചോണ്ടിരിക്കുക. എന്റെ പൊന്നെ ഒന്നും പറയാതിരിക്കാതെ ഇവര് ഈ കള്ള തെളിവുകളെ കൊണ്ട് കൊടുത്തത് മുഴുവൻ. ഇവർക്കിപ്പോ ഈ ജഡ്ജ്മെന്റ് ജനം വായിക്കരുത്, അതിനുവേണ്ടി ഒരു ഫോക്കസ് മാറ്റുക. ഒന്ന് ആലോചിച്ച് നോക്കി, 1 by 1 ആയിട്ട് എണ്ണി പറയാണ്. ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരുന്ന കാര്യം പറയട്ടെ, കേൾക്കണം. ഇന്നലെ 6500 രൂപ മുടക്കി ഞാൻ ഈ ജഡ്ജ്മെന്റ് മൊത്തം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പേജുണ്ട്. ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ്. ചാനൽ കാണിക്കും, വൈകിട്ടത്തെ ചാനൽ കാണിക്കുന്നുണ്ട്. എന്റെ പൊന്നെ, ഇവർ ഈ പറയുന്ന ഇവരുടെ ഒരു ധാരണ കോടതിയെ കുറിച്ച് ഒന്നും അറിയാതെ എന്തൊക്കെയോ വിളമ്പോ ഇവരൊക്കെ. കാരണം ഇവർ പറയുന്നത് എന്താണെന്നറിയോ, ഇവര് പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തെളിവല്ലെന്ന് ഇവർ ചോദിക്കുന്നത്. അതിന്റെ മറുവാദവും അതിന്റെ ഉത്തരവും അവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ വായിച്ചോണ്ടെന്ന് പറഞ്ഞോട്ടെ, സമ്മതിക്കാവോ? പറഞ്ഞോളൂ. അതായത് ദിലീപും പൾസസുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരിക്കാതെ അന്നേരം നിങ്ങൾ എന്നെ വിളിച്ചത്. അതായത് ബന്ധമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തത് എന്താണെന്നറിയോ, അതായത് സൗണ്ട് തോമയുടെ സെറ്റിൽ വെച്ച് ദിലീപും പൾസസുനിയും തമ്മിൽ എന്ത് ചെയ്തു, ഗൂഢാലോചന നടത്തി. അതിന് തെളിവാരാ, സാക്ഷി ആരാന്നറിയോ, ഒരു പുരുഷോത്തമൻ. മനസ്സിലാക്കാം? ഹലോ, കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. ഞാനിപ്പോ വായിച്ചോണ്ടിരിക്കുന്ന ലാസ്റ്റ് ഭാഗം ഒത്തിരി പറയാനുണ്ടെങ്കിലും ഞാനത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് കിട്ടുക. അപ്പൊ പുരുഷോത്തമൻ പറഞ്ഞു ഇങ്ങനെ പൾസസുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ പുരുഷോത്തമൻ 164 എടുത്ത് നോക്കിയപ്പം പുരുഷോത്തമൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ മുകേഷിന്റെ അല്ല എന്നാണ്. ഞാൻ അതിന്റെ സെറ്റിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. മാത്രമല്ല ആ ഹോട്ടലിൽ പൾസസുനി താമസിച്ചിട്ടില്ല, ആ ഹോട്ടലിൽ രേഖ എടുത്തെന്ന് വന്നു. പുരുഷോത്തമൻ ഈ പൾസസുനിയുടെ കൂടെ താമസിച്ചു എന്ന് പറഞ്ഞു. പുരുഷോത്തമൻ തന്നെ 164 പറയുന്നു, അതായത് ഞാന് പൾസസുനി കള്ളടിച്ച് വന്നുകൊണ്ട് എന്റെ റൂമിൽ ഈ പുരുഷോത്തമൻ പ്രത്യേക റൂമുണ്ട് വേറെ കണ്ട്, ആ ഹോട്ടലിലല്ല, അവിടെ വെച്ച് ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് പറഞ്ഞു ഇല്ല, പൾസസുനി അവിടെ ഉണ്ടായിരുന്നൊരു ഗുണ്ട അക്രമം അവിടെ വന്നപ്പം അത് പരിഹരിച്ച പൾസസുനിയാണെന്ന് പറഞ്ഞു. അതിന് തെളിവായിട്ട് ഇവര് വൗച്ചർ ഹാജരാക്കി. ആര്? പ്രോസിക്യൂഷൻ. ഈ വൗച്ചർ ഹാജരാക്കിയപ്പോ 7ാമത്തെ വൗച്ചറായിട്ട് അത് ഹാജരാക്കിയത്. അതിൽ എഴുതിയിട്ടുണ്ട് സുനിൽ കുമാർ ഗുണ്ട 650 രൂപ. മനസ്സിലാക്കണം. അതിന്റെ മുന്നോട്ട് ഒറിജിനൽ വൗച്ചർ കൊണ്ടുവന്നപ്പം ഇത് വേറെ സുനില, ആ സെറ്റിൽ ഒരേ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇങ്ങനെ കള്ളങ്ങൾ കൊണ്ട് അത് എനിക്ക് ഈ കേരളത്തെ ജനതയോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇതൊന്ന് വായിക്കണം. ഈ പ്രോസിക്യൂഷൻ പറയുന്നതല്ലല്ലോ കേൾക്കേണ്ടത്, രണ്ടു കൂട്ടരും പറഞ്ഞത് കേൾക്കണ്ടേ? അല്ല, അത് ഈ 2ാം ഘട്ട വിചാരണയിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അന്വേഷണ സംഘം കാര്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയില്ല എന്നുള്ള കാര്യം കൂടി ഈ കോടതിയുടെ പരാമർശത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ, കേരള ജനതയോട് ഞാൻ പറയുന്നത്, ദിലീപ് എക്സോർ വൈ അല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ മൊത്തം താങ്കളോട് ഞാൻ ചെറിയ റിക്വസ്റ്റ് വെക്കുവാണ്. താങ്കൾ അക്കാഡമിക്കാണ്, അറിവുള്ള ഒരാളല്ല. താങ്കൾ ആ ജഡ്ജ്മെന്റ് ഒന്ന് വായിക്കണം കേട്ടോ. ഇത് പറയുന്നത് ഒരു സൈഡാണ്, അതിന് മറുവാദോടെ കേൾക്കണം. ഇവര് കള്ളങ്ങളാണ്. പറഞ്ഞോട്ടെ. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. അതിന് മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം കേൾക്കണോ? അതായത് ബാലേന്ദ്രകുമാർ 2ാം അന്വേഷണത്തിൽ പറഞ്ഞൊരു ഉദാഹരണം കേട്ടോ. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിളിച്ചോണ്ട് അത് ഓർമ്മയിലുള്ളത് പറയുന്നത്. അതായത് പൾസസുനിയെ എവിടെ വെച്ച് കണ്ടു? ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടെന്ന് ആര് പറയാണ്? ബാലേന്ദ്രകുമാർ. ജനുവരി 3-ാം തീയതി അന്വേഷിച്ചപ്പോ പൾസസുനി എവിടെയാണ്? 2 ആഴ്ചയായിട്ട് ഗോവയിലാണ് ആ സമയത്ത്. ഇങ്ങനെ കള്ളങ്ങളായി ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിജീവിതയുടെ കുഴപ്പമല്ല കേട്ടോ, അതിജീവിതയോട് ഇവര് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഞാൻ താങ്കളാണ്, ഞാനിപ്പോ പറയാ, താങ്കളാണ് ഈ അതിജീവിതത്തെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചെന്ന് ഞാൻ താങ്കളോട് പറയുക. അത് ഞാൻ കോടതി പോയി, ബഹുമാനപ്പെട്ട കോടതി ഇതുപോലെ നമ്മുടെ ന്യൂസ് 8-ലെ ആങ്കറാണ് ഇത് ചെയ്തതെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ തെളിവാവോ? ബാക്കി സബ്സ്റ്റാൻഡ് ചെയ്യുന്ന തെളിവൂടെ കൊടുക്കണ്ടേ? പറയൂ, താങ്കൾ പറയൂ. താങ്കള് ഇവരെ കുറിച്ച് അറിയാത്തവരായി പറയുന്നത് കേട്ടോ. ഞാനിത് വായിച്ചിട്ട് തന്നെ കണ്ണ് തള്ളിരിക്കുക. അതുകൊണ്ട് കേരളം ഈ എന്താ പറയാ, കേരളം, ഞാൻ പറഞ്ഞ നിഷ്പക്ഷമായിട്ടാ പറഞ്ഞേ, കേരളം ഈ വിധി ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിപ്പോ അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക. ഇവിടെ ഒരു ഊമക്കത്ത് വന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഊമക്കത്ത് കാരൻ എന്നാത്തിന് എന്തുകൊണ്ടാണ് അയച്ചു കൊടുക്കാൻ? 1 തൊട്ട് 6 വരെ പ്രതികൾ അത് കോടതിയിൽ ഇരിക്കുന്ന വക്കീലുമാർക്ക്
വാദവും പ്രതിവാദവും കേൾക്കുന്നവർക്ക് അറിയാം. മനസ്സിലായോ? ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിനകത്ത് കോടതിയിലെ ആൾക്കാർ പിന്നെ വാദിഭാഗവും പ്രതിഭാഗത്തിന്റെ വക്കീൽമാരുണ്ടല്ലോ അവിടെ. ശരി ശരി, സമയക്കുറവുണ്ട് സാർ, ഇടപെടുകയാണ്. നമുക്ക് കൂടുതൽ ഈ വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് കരുതുന്നു വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ. സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. ഏതായാലും ഈ വിവരങ്ങൾ വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയാവുന്നുണ്ട്. അതിജീവിതയുടെ പരാതി കോടതിക്കെതിരെയാണ് എന്നതും ഏറെ ഗൗരവതരമായ ഒന്നാണ്. നിയമവൃത്തങ്ങളെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലാണ് ഈ കേസിൻ്റെ നാൾവഴികളെല്ലാം. നമുക്കറിയാം അത് കൂടുതൽ സങ്കീർണമാകുന്ന കാഴ്ചകൾ കൂടി ഇപ്പോൾ കാണുന്ന പശ്ചാത്തലമുണ്ട്.